ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ ആണ്. അപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പെർസെപ്ഷൻ എന്താണ്, അതുപോലെ പെർസെപ്ഷണൽ എറേഴ്സ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെർസെപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം പെർസെപ്ഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അതിന് അനുയോജ്യമായ ആക്ഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൻസറി ഓർഗൻസ് യൂസ് ചെയ്ത് സെൻസ് ചെയ്ത് അതിന് അനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഫോം ചെയ്യുന്നതിന് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും. അപ്പം ഇത്തരത്തിൽ പെർസെപ്ഷൻസിൽ വരുന്ന വ്യതിയാനങ്ങളുണ്ട്. നമ്മൾ ഈ നോർമലായിട്ട് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എ പെർസെപ്ഷൻ എറർ ഇസ് ദ ഇനബിലിറ്റി ടു ജഡ്ജ് ഹ്യൂമൻസ്, തിങ്സ് ഓർ സിറ്റുവേഷൻസ് ഫെയർലി ആൻഡ് ആക്യുറേറ്റ്ലി. മനുഷ്യരെയോ വസ്തുക്കളെയോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിനെയോ നമുക്ക് ശരിയായ രീതിയിൽ വിലയിരുത്താൻ കഴിയാത്ത അവസ്ഥനെയാണ് നമ്മൾ പെർസെപ്ഷൻ എറർ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ബയസ് വെച്ചിട്ട് ആൾക്കാരോട് പെരുമാറുന്നത് പക്ഷപാതം എന്ന് പറയും. അതായത് നമുക്ക് ചിലപ്പം ചില സമയത്ത് ഒരാളോട് പ്രത്യേക ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടമേ അല്ല, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സിന് ചില ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആൾക്കാരെ ഇഷ്ടമല്ല. ഒരു ബയസ് ഉണ്ടാവും. സാധാരണ രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടേണ്ടതാണ്, പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംഭവത്തിനെയാണ് ബയസ് എന്ന് പറയുന്നത്. അതുപോലെ മുൻവിധി എന്ന് പറയുമ്പം പ്രീജുഡൈസ് എന്ന് പറയുമ്പം യഥാർത്ഥ വിവരം അറിയാതെ മുൻകൂട്ടിയിട്ട് നമ്മൾ ഒരാളെ പറ്റി അഭിപ്രായം പറയുന്നത്. അപ്പം നമുക്ക് അയാളെ അടുത്തറിയുകയൊന്നും ചെയ്യില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് നമുക്ക് അയാളെ പറ്റിയിട്ട് ഒരു മുൻവിധി ഉണ്ടാവും, അയാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ വരുന്നതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പിനെ വെച്ചിട്ട് ഒരു വ്യക്തിനെ നമ്മൾ പൊതുവായിട്ട് വിലയിരുത്തുന്നതിനാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് പെർസെപ്ഷണൽ എററായ ഹാലൂസിനേഷനിലേക്ക് മൂവ് ചെയ്യാം. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം ഉള്ളതായിട്ട് തോന്നുന്നതിനാണ് നമ്മൾ ഹാലൂസിനേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം പക്ഷെ അത് നമുക്ക് ഉള്ളതായിട്ട് തോന്നും. അപ്പം ഹാലൂസിനേഷൻസ് ആർ സെൻസറി എക്സ്പീരിയൻസസ് ദാറ്റ് അപ്പിയർ റിയൽ ബട്ട് ആർ ക്രിയേറ്റഡ് ബൈ യുവർ മൈൻഡ്. അതായത് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ഉള്ളതായിട്ട് തോന്നും, നമ്മുടെ മൈൻഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആ റൂമിൽ നമുക്ക് കുറേ ആൾക്കാരുള്ളതായിട്ട് പോലെ തോന്നും. ആക്ച്വലി അവർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് റിയലായിട്ട് തോന്നുകയും ചെയ്യും, പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ദേ ക്യാൻ അഫക്റ്റ് ഓൾ 5 ഓഫ് യുവർ സെൻസസ്. എക്സാമ്പിൾ പറയാൻ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. ഇത്തരത്തിലുള്ള 5 സെൻസസ് വെച്ചിട്ടും ഹാലൂസിനേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ട്, ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ഉണ്ട്, ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻസ് ഉണ്ട്, ടാക്ടൈൽ ഹാലൂസിനേഷൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വിഷ്വൽ ഹാലൂസിനേഷൻസ് ആണ്. വിഷ്വൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നത്. ഇപ്പം ചിലപ്പോൾ ചില വസ്തുക്കളാവാം, അല്ലെങ്കിൽ ചില ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ലൈറ്റുകൾ. ഇപ്പം നമ്മളൊരു ഇരുട്ട് റൂമിൽ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് ലൈറ്റുകൾ ഇങ്ങനെ മിന്നുന്ന പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ആ റൂമിൽ വേറെ ആരും ഉണ്ടാവില്ല പക്ഷെ ആരൊക്കെയോ ഉള്ളത് പോലെ തോന്നുക. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് വിഷ്വൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻസ്. ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾഫാക്ടറി റിലേറ്റഡ് സ്മെല്ലുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാലൂസിനേഷൻ ആയിരിക്കും ഇതിൽ വരിക. അതായത് നമ്മളിപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് പാതിരാത്രി എഴുന്നേറ്റ്, അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ ബോഡി ഒരു മോശം സ്മെല്ല് ഫീൽ ചെയ്യുന്ന പോലെ, വേർപ്പിൻ്റെ അങ്ങനെയുള്ള സ്മെല്ല് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുക. ഇത് പോസിറ്റീവ് ടൈപ്പിലും ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാം. ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസിനെയാണ് നമ്മൾ ഓൾഫാക്ടറി ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻസ്. ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ
എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ടേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് ഓൾഫാക്ടറി ഹാലൂസിനേഷനോട് സാമ്യമുള്ളതാണ്. പക്ഷെ ഇവിടെ ഓൾഫാക്ടറിയിൽ സ്മെല്ലാണ് വരുന്നത്, ജസ്റ്റേറ്ററിയിൽ ടേസ്റ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുക. ഇതാണ് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻസിൽ വരുന്നത്. ഈ ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ സാധാരണയായിട്ട് കാണപ്പെടുന്നത് എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഡിസോർഡറുള്ള ആൾക്കാരിലാണ് ഈ ഹാലൂസിനേഷൻ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓഡിറ്ററി റിലേറ്റഡ് ടു ഇയർ. അപ്പോൾ നമുക്ക് കേൾവിയായിരിക്കും ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റൂമിലിരിക്കുന്നത് എന്തെല്ലോ സൗണ്ട് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യുക. ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസിനെയാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നത്, അത് ചിലപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിൽ സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ആരുമില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും മുട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പം റൂമിൽ കിടക്കുമ്പോൾ നമ്മളെ ടെറസിൻ്റെ മുകളിൽ കൂടി ആരെങ്കിലും നടന്നിട്ട് പോകുന്ന പോലെ അങ്ങനെയൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുക്കുന്ന പോലെ തോന്നുക. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നതാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ടാക്ടൈൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആരെങ്കിലും നമ്മളെ തൊടുന്ന പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളറിയില്ലേ പുഴു വിരിയുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻസ് നോക്കി. വിഷ്വൽ ഹാലൂസിനേഷൻ, ഓൾഫാക്ടറി ഹാലൂസിനേഷൻ, ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ ആൻഡ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് കോസസ് ഓഫ് ഹാലൂസിനേഷൻസിലേക്ക് വരാം. എന്താണ് ഹാലൂസിനേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? അപ്പം മെയിനായിട്ട് 3 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, അതുപോലെ മെഡിക്കേഷൻസ്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറയുമ്പം സ്കൈസോഫ്രീനിയ, ഡെമൻഷ്യ, ഡെലീറിയം, ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കെല്ലാം, അതുപോലെ മെൻ്റൽ ഇൽനെസ്, ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ ഈ ഹാലൂസിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് തോന്നാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ വരുന്നതാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മതിയായ ഉറക്കം ലഭിക്കാത്തത്. അതായത് നമ്മളിപ്പം കുറേ ദിവസമായിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ചൊരു കാലയളവായി നമ്മൾ ഉറങ്ങിയിട്ട് നമുക്ക് ഉറക്കം ഉണ്ടാവുന്നില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് മെഡിക്കേഷൻസ്. ചില മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് നല്ല പനി, ഹൈ ഫീവേഴ്സ് ഉണ്ടാവുന്ന സമയത്ത്, മൈഗ്രെയിൻ ഉണ്ടാവുന്ന സമയത്തെല്ലാം ഈ കുട്ടികളിലും വയസ്സായവരിലും ഈ ഹാലൂസിനേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഐസൊലേഷൻസ്. അതായത് ഈ വയസ്സായവരെല്ലാം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പം, അല്ലെങ്കിൽ കുട്ടികൾ ആരായാലും ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സീസേഴ്സ്, ഫിറ്റ്സ് ഉണ്ടാവുന്നവർക്ക് ഹാലൂസിനേഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡെഫ്നെസ്, ബ്ലൈൻഡ്നെസ്, ചെവി കേൾക്കാത്തവർ, കാഴ്ചക്കുറവില്ലവർ, അല്ലെങ്കിൽ കാഴ്ച പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ഹാലൂസിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ പറയുമ്പോൾ പറഞ്ഞു എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ കോസസ് ഓഫ് ഹാലൂസിനേഷൻസും നോക്കി. അപ്പോൾ നമ്മൾ ഹാലൂസിനേഷൻ എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻ നോക്കി, കോസസ് ഓഫ് ഹാലൂസിനേഷൻ നോക്കി. 5 ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻസ് ഉണ്ട്. അതുപോലെ മേജർ 3 കോസസ് ഓഫ് ഹാലൂസിനേഷൻസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഇല്യൂഷൻ. ഇല്യൂഷൻ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും, ഹാലൂസിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇല്യൂഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ സാധനം നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതായത് റിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു കയറ് കാണുന്നു, പക്ഷെ കയറ് കാണുമ്പം നമുക്കത് കയറിന് പകരം ഒരു പാമ്പായിട്ട് തോന്നുന്നു. അത്തരത്തിലുള്ള പ്രതിഭാസത്തിനാണ് നമ്മൾ ഇലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ യഥാർത്ഥത്തിലൊരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു റിയൽ ഒബ്ജക്റ്റ് ഉണ്ടാവും, പക്ഷെ നമ്മളത് തെറ്റായിട്ട് കാണുന്നു അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നു.
യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം തെറ്റായി മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഇലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുക. അതുപോലെ ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം പരിചയമില്ലാത്ത ഒരാൾ സൗണ്ട് കേൾക്കുന്നു. പക്ഷെ പരിചയമില്ലാത്ത ഒരാൾ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ സൗണ്ടായിട്ട് ഫീൽ ചെയ്യുക. ചിലപ്പോൾ അത് നമുക്ക് അറിയാത്ത ഒരാളായിരിക്കും, പക്ഷെ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ സൗണ്ടായിട്ട് സിമിലാരിറ്റി തോന്നിയിട്ട് ഫ്രണ്ടിൻ്റെ സൗണ്ടായിട്ട് ഫീൽ ചെയ്യുക. അതുപോലെ നമ്മളിപ്പം ദൂരത്തു നിന്ന് ഒരാളെ കാണുമ്പം നമുക്ക് അറിയുന്ന ഒരാളെ പോലെ തോന്നുക. ഇതൊക്കെ ഇലൂഷൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ്. ഈ ഇലൂഷൻ എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായ ഇലൂഷ്യോ എന്നുള്ളതാണ്. അതായത് വിച്ച് മീൻസ് സ്മോക്ക് അല്ലെങ്കിൽ ഫേക്ക്. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നതാണ് ടൈപ്സ് ഓഫ് ഇലൂഷൻ. ടൈപ്സ് ഓഫ് ഇലൂഷൻ 3 ടൈപ്സ് ഓഫ് ഇലൂഷൻസ് ആണ് വരുന്നത്. അതിനു മുമ്പേ എന്തുകൊണ്ടാണ് ഈ ഇലൂഷൻ ഉണ്ടാവുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇലൂഷൻ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് 4 കാരണങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വെളിച്ചക്കുറവ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇരുട്ടിൽ ചിലപ്പോൾ നമുക്ക് ഒരു കയറ് പാമ്പായിച്ചൊക്കെ തോന്നും. അത് അവിടെ എന്ത് കാരണം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? അവിടെ ലാക്ക് ഓഫ് ലൈറ്റാണ്, വെളിച്ചം കുറവുണ്ടായതുകൊണ്ടാണ്. അതുപോലെ പറയാം, ഇപ്പോൾ രാത്രി ഒരു സ്ഥലത്തേക്ക് നടന്നിട്ട് പോന്നു, ഒറ്റക്കോ ആൾക്കാരുണ്ടായാലും നമ്മൾ നടന്നിട്ട് പോകുന്നു. ചിലപ്പോൾ ഒരു വെള്ളത്തുണി ഒരു മരത്തിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടോ, നമുക്കത് എന്തായിട്ട് പ്രേതമായിട്ടോ അങ്ങനെയൊക്കെ തോന്നൂലേ? അപ്പം അതെന്തുകൊണ്ടാണ്? നമുക്ക് രാത്രി അതിൽ കൂടി നടക്കാൻ പേടിയുണ്ടാവും. അപ്പം അതും കൂടി കാണുമ്പോൾ നമുക്ക് നല്ലോണം പേടിയാവും. പിന്നെ മുന്നേ നമുക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഒന്ന് വരുന്നതാണ് ശ്രദ്ധക്കുറവ് മൂലവും നമുക്ക് ഇത്തരത്തിൽ ഇലൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം 3 ടൈപ്സ് ഓഫ് ഇലൂഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഒപ്റ്റിക്കൽ ഇലൂഷൻസ്, ഓഡിറ്ററി ഇലൂഷൻ ആൻഡ് ടാക്ടൈൽ ഇലൂഷൻ. അപ്പം ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പം വിഷൻ, ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ഇലൂഷൻ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്ന സാധനം നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ സാധനം തന്നെ എക്സാമ്പിൾ പറയുന്നത്, കയറ് കാണുമ്പോൾ നമുക്ക് പാമ്പായിട്ട് വന്ന് ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടാകും, കുറച്ച് ചെറുപ്പക്കാർ ബൈക്ക് പോകുമ്പോൾ ഒരു കട്ടൗട്ട് കണ്ടിട്ട്, ഒരു സ്ഥാനാർത്ഥിയായിട്ട് കട്ടൗട്ട് കണ്ടിട്ട് ഒരു പേടിക്കുന്നുണ്ട്, വല്ല പ്രേതോ അങ്ങനെ എന്തോ വിചാരിച്ചിട്ട്. അതുപോലെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, മുമ്പിലൊരു വടിയിലൊരു വെള്ളത്തുണി വെച്ചിട്ട് ഓടുമ്പോൾ അത് പ്രേതം പോലെ തോന്നുന്നു രാത്രിയിൽ. അപ്പം ഇതൊക്കെ എന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് തെറ്റായിട്ടാണ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സംഭവത്തിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓഡിറ്ററി ഇലൂഷൻ. ഓഡിറ്ററി ഇലൂഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒപ്റ്റിക്കൽ ഇലൂഷനിൽ നമ്മൾ കാണുന്ന സാധനം തെറ്റായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓഡിറ്ററി ഇലൂഷനിൽ നമ്മൾ കേൾക്കുന്ന സാധനം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പം അത് യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ ശബ്ദം അതെന്തിൻ്റെ സൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് പകരം നമ്മളത് വേറൊരു സാധനമാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പം ഓഡിറ്ററി ഇലൂഷൻ റിലേറ്റഡ് ടു ഹിയറിങ്. പിന്നെ വരുന്നതാണ് ടാക്ടൈൽ ഇലൂഷൻ. ടാക്ടൈൽ എന്ന് പറയുമ്പം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ടച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരാൾ തൊടുമ്പം ഇത് തെറ്റായിട്ട് തോന്നുന്നത്. അങ്ങനെ വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശരീരത്തിൽ തെറ്റായ സ്പർശം അനുഭവിക്കുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മുറിച്ച് മാറ്റിയ കയ്യിൽ ഇപ്പോഴും ഒരു സ്പർശനം തോന്നുന്നത്, ഇതൊക്കെ ടാക്ടൈൽ ഇലൂഷനിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഇലൂഷൻ നോക്കി, ഇലൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണങ്ങൾ നോക്കി. 3 ടൈപ്പ് ഓഫ് ഇലൂഷൻസ് ആണെന്നുള്ളത്: വിഷ്വൽ ഇലൂഷൻ, ഓഡിറ്ററി ഇലൂഷൻ ആൻഡ് ടാക്ടൈൽ ഇലൂഷൻ. അപ്പോൾ നമ്മൾ ഹാലൂസിനേഷൻ നോക്കി, ഇലൂഷനും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹാലൂസിനേഷനും ഇലൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നമുക്ക് എന്താണ് മേജറായിട്ടുള്ള ഡിഫറൻസ്, ഒരു കമ്പാരിസൺ പോലെ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് വരുന്നത് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഫാൾസ് പെർസെപ്ഷനാണ്. ഫാൾസ് പെർസെപ്ഷൻ എന്ന് പറയുമ്പം അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇലൂഷൻ എന്ന് പറയുന്നത് മിസ്പെർസെപ്ഷനാണ്. മിസ്പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്.
അതാണ് മിസ്പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റിയാക്ട്സ് ഓൺ ഇൻറ്റേർണൽ സ്റ്റിമുലൈ, ഹാലൂസിനേഷൻ. അതായത് നമ്മൾ ഉള്ളിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്, നമ്മളെ മൈൻഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. രണ്ടാമത് വരുന്നത് റെസ്പോൺസ് ടു റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. രണ്ടാമതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുറത്താ സാധനമുണ്ട്, നമ്മൾ അതിനോടാണ് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് പേഴ്സണലായിട്ട്, ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇലൂഷൻ എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, പലർക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം മേജറായിട്ടുള്ള ഒരു ഡിഫറൻസാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പേഴ്സണലാണ്, ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ഇലൂഷൻ എന്ന് പറയുമ്പം പലർക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഹാലൂസിനേഷൻ നോർമലായിട്ട് കാണപ്പെടാത്തതാണ്, ഒരു അസാധാരണ സംഭവമാണ്. പക്ഷേ ഇലൂഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. പിന്നെ ഹാലൂസിനേഷൻ ഗവേഷണം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, റിസർച്ച് ചെയ്യാനെല്ലാം. പക്ഷെ ഇലൂഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാലൂസിനേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിസർച്ച് എല്ലാം മെഷർ ചെയ്യാനും വേണ്ടി പറ്റും, ഒബ്സർവ് ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ വരുന്നത് ഈ ഹാലൂസിനേഷൻസിന് നമ്മളെ മെൻ്റൽ ഇൽനെസ്സുമായിട്ട്, മെൻ്റൽ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഈ ഇലൂഷൻ എന്ന് പറയുന്നതിന് മാനസിക രോഗങ്ങളായിട്ടൊന്നും വലിയ ബന്ധമില്ല. പിന്നെ ഹാലൂസിനേഷൻ 5 ടൈപ്സ് ഉണ്ട്, ഇലൂഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഹാലൂസിനേഷന് ആർട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനായിട്ടും ഒരു ബന്ധമില്ല. പക്ഷെ ഇലൂഷന് ആർട്ടായിട്ടും എൻ്റർടൈൻമെൻറ്റലായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഹാലൂസിനേഷനിൽ മെയിൻലി ഒരു നെഗറ്റീവ് പാത്തോളജിയാണ് ഉണ്ടാകുന്നത്, നെഗറ്റീവ് മീനിങ് ആണ് ഉണ്ടാകുന്നത്, നെഗറ്റീവ് അർത്ഥമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇലൂഷനിൽ പോസിറ്റീവും ഉണ്ടാവാം നെഗറ്റീവും ഉണ്ടാവാം. അപ്പം രണ്ടും പോസിറ്റീവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാലൂസിനേഷനും ഇലൂഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഹാലൂസിനേഷൻ പഠിച്ചു, ഹാലൂസിനേഷൻ്റെ 5 ടൈപ്സ് പഠിച്ചു, അതുപോലെ കോസസ് പഠിച്ചു, അതുപോലെ തന്നെ ഇലൂഷൻ എന്താണെന്ന് പഠിച്ചു, ഇലൂഷൻ്റെ ടൈപ്സ് പഠിച്ചു, ഹാലൂസിനേഷനും ഇലൂഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. താങ്ക് യു.